അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MRIയെ കുറിച്ച് നാട്ടുകാർക്കിടയിൽ വളരെയധികം തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് ആ ക്ലിപ്പിന് പിന്നിലുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. അവർ പറയുന്നത് കുറേ അസുഖത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആദ്യം തന്നെ MRIയിൽ ഫീഡ് ചെയ്ത് വെക്കുന്നു. പിന്നെ രോഗി ഇമേജ് ചെയ്യപ്പെടുന്നതിന് ശേഷം രോഗിയുടെ ഇമേജും അതിന്റെ മെമ്മറിയിലുള്ള ഇമേജുമായി ടാലിയാക്കിയതിനു ശേഷം ഒരു റിസൾട്ട് പുറത്തു വരുന്നു എന്നുള്ള രൂപത്തിലാണ്. സത്യത്തിൽ ECG മെഷീനിലെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ECG എടുത്തു കഴിഞ്ഞാൽ ECGന്റെ താഴെ തന്നെ ഉണ്ടാവും രോഗിക്ക് ECGയിൽ എന്താണ് ഫൈൻഡിങ്ങുള്ള, രോഗിന്റെ അസുഖം എന്താണ് എന്നെല്ലാം ECGയിൽ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ മെമ്മറിയിൽ ആൾറെഡി ഉള്ള ഇതിനെ പോലത്തെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ആൾറെഡി അതിന്റെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ അസുഖങ്ങളാണ് ഈ രോഗിക്കുള്ളത് എങ്കിൽ അതിന്റെ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യപ്പെടും. എന്നിരുന്നാലും ഡോക്ടർ, റേഡിയോളജിസ്റ്റ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് കൺഫേം ചെയ്തിട്ട് മാത്രമേ ആ റിസൾട്ട് എന്ത് ചെയ്യുള്ളൂ, പുറത്തു വിടുള്ളൂ. എന്നാൽ ഈ സുഹൃത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നോർമലായ ഒരാളുടെ MRI ആണ് എടുത്തതെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള റിസൾട്ടിൽ മീൻസ് ആൾറെഡി ഫീഡ് ചെയ്ത് വെച്ച ഇൻഫർമേഷൻ അനുസരിച്ച് ഏതിനോടാണോ കൂടുതൽ അത് യോജിച്ചു വരുന്നത് ആ റിസൾട്ട് ആയിരിക്കും മെഷീൻ പുറത്തു നൽകുക അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു തെറ്റായ ഇൻഫർമേഷനാണ് ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നത്. അതായത് രോഗം ആൾറെഡി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു, സ്കാൻ ചെയ്യുന്നതിന് മുമ്പേ രോഗനിർണയം അവിടെ നടത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു മാർക്കറ്റിങ്ങിന്റെയും ചൂഷണത്തിന്റെയും ഒരു തന്ത്രമാണ് എന്നുള്ള രൂപത്തിലാണ് സഹോദരൻ തെറ്റിദ്ധരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് രോഗനിർണയത്തിന് സഹായകമാകുന്ന ഒരു തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ ആൾറെഡി അങ്ങനത്തെ ഇമേജാണ് രോഗിക്ക് MRIയിൽ കിട്ടുന്ന ഇമേജ് മുമ്പേ അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ട തരത്തിലുള്ള എന്തെങ്കിലും മെമ്മറിയിലുള്ള ഏതെങ്കിലും അറിയുന്ന അസുഖങ്ങളാണെങ്കിൽ ആ അസുഖത്തിന്റെ ഒരു ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടുമെന്നല്ലാതെ ഈ ഡോക്ടർ രോഗിയുടെ ഇമേജ് തന്നെയാണ് MRIയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് റേഡിയോളജിസ്റ്റ് വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് നൽകുകയുള്ളൂ. ഏതായാലും ഈ പടുവിന് വിവരം കുറവാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഡോക്ടറാകാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലാതെ പോയത് വളരെ നന്നായി. അദ്ദേഹത്തിന്റെ പരിമിതമായ ജ്ഞാനമാണ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. ഏതായാലും ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.